കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, കുറെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കുറെ ഇതില് ഒരു മെഷീൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ജയിലിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുത്തുന്ന മെഷീനായിരുന്നു. ആ മെഷീനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ പണ്ട് ഈ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് മെഷീൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മളിപ്പോ വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ മെഷീൻ ഉണ്ടാവും, ഇവിടെ ഒരാളുണ്ടാവും, അയാളെയാണ് നമുക്ക് രക്ഷിക്കേണ്ടത്. നമ്മുടെ ക്യാരക്ടറിന്റെ പേരാണ് ജാക്ക് എന്നാണ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര്. ഇങ്ങോട്ടാണ് നമ്മുടെ ഫ്രണ്ട് താണ്ടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ റിച്ചി എന്നാണ് ഫ്രണ്ടിന്റെ പേര്. നമുക്ക് നമ്മളുടെ വണ്ടിയുടെ ടയറാണോ അടിച്ചോണ്ട് പോയി. കൊണ്ടുപോടാ. ഓക്കെ, നമുക്കൊരു രസത്തിന് ഇവനെ ജാക്കിനെ ഫ്രാങ്കിനും റിച്ചിനെ മൈക്കിളെന്നും വിളിക്കാം. എടാ, ഒരുത്തന്റെ ബൈക്ക് എടുത്തോണ്ട് പോടാ. പോയി ഓക്കെ. എടാ, ഒരാളില്ലേ, ഈ ഗെയിമിന്റെ 3ാമത്തെ ക്യാരക്ടറല്ലേ ഹെലികോപ്റ്റർ ഓടിക്കുന്നേ? ആണെന്ന് തോന്നുന്നേ. അതാ 3ാമത്തെ ക്യാരക്ടർ തന്നെയാ. എനിക്ക് അയാളാരാം. ഇവനാ ബൈക്കിൽ ചാടി. അല്ല, ഇവനാ ഹെലികോപ്റ്റർ കയറി. പക്ഷെ ഇവനിപ്പൊരു ബൈക്കിൽ തന്നെ പോണം. അവൻ നേരെ ചെന്ന് നേരെ കൊടുത്ത പോലീസിന്റെ അണ്ണാക്കിലോട്ട്. ഇനി രക്ഷയില്ലടാ മോനെ, ഇനിയാണോ? അപ്പൊ ഇങ്ങനെയാണ്. ഇവനെന്ത് ഉറങ്ങുന്ന ഫ്രാങ്കിൻ ഉറങ്ങുന്ന. ശരി, ഡാൻസ് കളിക്കുന്ന. ത്രില്ലെന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്. അവന് മാത്രമേ ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂ. അവന് മാത്രമേ ഇവനെ രക്ഷിക്കാൻ. ഇത് വീണ്ടും ഇതാണോ? അത് ശരി. ഓക്കെ, നമ്മള് ഇവിടെ പോവാണ്. സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് മൈക്കിളിനെ രക്ഷിക്കാൻ പറ്റിയ ഏക ഒരു വരി. ഇതാണ് നമ്മൾ വന്ന ജീപ്പ്. അവന്റെ ജീപ്പ് വേറെയാണ്, ഇതാണ് നമ്മുടെ ജീപ്പ്. ഇപ്പോഴാണ് മനസ്സിലായോ ഇതാണ് നമ്മുടെ ജീപ്പ്. അപ്പൊ ഈ ആരോമാർക്കിൽ കൂടെ തന്നെ നമുക്ക് പോവാം. എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടാണ്. അവനെ എന്ത് വിളിക്കണമെന്ന് നമുക്ക് ചിലപ്പോ അതായിരിക്കും, ആ മോഷ്ടിച്ച ആളായിരിക്കും അവന്റെ കൂടെ തന്നെ മോഷ്ടിച്ച ആൾ. എനിക്കിപ്പോ മനസ്സിലായി അവനെ എന്തോ വിളിക്കണ്ടേന്ന്. അവനെ നമുക്ക് ലാമറെന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പൊട്ടത്തരം വിളിയാണ് വിളിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട്
നമുക്ക് ചെയ്യണ്ടേ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ എനിക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ലാമറന്ന് തന്നെ വിളിക്കാം. പോലീസ് സ്റ്റേഷന്റെ ബാക്കില് ഒരു കാറുണ്ട്. ആ കാർ നമുക്ക് പോയി എടുക്കണം. ഇതിന് നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. ഇതിന് നമ്മൾ അറിയാൻ ശരിക്കും പറഞ്ഞാൽ അതാണ് എന്തുവാ നമ്മുടെ പേരൊക്കെ പറയുന്നത്. Bring the car from the behind the police station. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. ഓക്കെ, ഈ ഗെയിമാണെങ്കിൽ വീട്ടിൽ വെച്ച് സേവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഈ ഗെയിമിലത്തെ വീട്ടിൽ വെച്ചിട്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മേ, ഓ ഞാൻ തന്നെ ഇവിടെ ഇടിച്ചല്ലോ. ഓക്കെ, ഫ്രണ്ടിലേക്കാണ് പോലീസ് സ്റ്റേഷൻ. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവന്മാരുടെ ഗ്യാരേജിൽ ഇടാം. അതാവുമ്പോൾ ആരും എടുക്കത്തില്ലല്ലോ, പോലീസിന്റെ വണ്ടിയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മള് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മള് പോലീസ് സ്റ്റേഷന്റെ ബാക്ക് സൈഡിലാണ് ആ കാർ ഉള്ളതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാർ എടുക്കാം. കാർ ഇരിക്കുന്നുണ്ട്. എന്ത് തേങ്ങ ആർക്കറിയാം. ഓക്കെ, നമ്മൾ കാർ എടുത്തിട്ടുണ്ട്. നേരെയാക്കി. എനിക്ക് ഈ കാറിന്റെ കൺട്രോൾസ് ഒക്കെ അറിയാം. അല്ലെങ്കിലും എന്തുവാ, ഈ ഗെയിം ആദ്യമായിട്ട് കളിക്കുന്നവർക്കൊന്നും കാറിന്റെ കൺട്രോൾസ് ഒന്നും നേരെ ചുവേ വർക്ക് ആവത്തില്ല. ഞാൻ ഈ ഗെയിം പണ്ട് കളിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം കാറിന്റെ കൺട്രോൾസ് എങ്ങനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഗെയിം സേവ് ആക്കിയിട്ടുണ്ട്. എന്തിനാണ് ഈ വണ്ടിയൊക്കെ എടുപ്പിക്കുന്നത്? അർജുനെ രക്ഷപ്പെട്ടു. ഓക്കെ, ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തിനാണോ റേസൊക്കെ ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണോ ഇവൻ റേസൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഒന്ന് മാറിയട്ടാ. ടൈമിന്റെ എന്തോ ഇതാണ്. ഇത്തിരി ടൈമിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചിലപ്പോ ഇപ്പൊ കംപ്ലീറ്റ് ആക്കിന്ന് വരില്ല. നമുക്ക് പതുക്കെ ഓടിച്ചു പോയാൽ മതി. പതുക്കെ ഓടിച്ചു പോയാൽ മതി. പട്ടി
പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടാവുകയെന്നാണ് പറയുന്നത്. നമുക്ക് ഫൈൻഡ് ദ പീസസ് ഫോർ ഹാക്കിംഗ് ഡിവൈസ് എന്നാണ് ഹിന്റ് കാണിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പോയി ഹാക്കിംഗ് ഡിവൈസ് കണ്ടുപിടിക്കാം. അതെന്തോടാ അത്? റാമ്പോ? നമ്മൾ ചാടിച്ചു വണ്ടി. അതുകൊള്ളാ നമ്മളാണ് ഇപ്പൊ വെള്ളത്തിൽ കൂടെയൊക്കെ പോണ. എൻ്റെ അമ്മേ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാരില്ല, നമുക്ക് പോയി എടുക്കാം. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഓക്കെ, അവിടെ എന്തൊരു തിളങ്ങുന്നുണ്ടല്ലോ. അതാണ്ട് നമുക്ക് ഒന്നാമത്തെ ഹാക്കിംഗ് ഡിവൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും അല്ല, രണ്ടാമത്തെ പീസ് കണ്ടുപിടിക്കാൻ പോവാം. അതിന് നമ്മൾ രണ്ടാമത്തെ പീസ് ഇവിടെ അടുത്ത് ഇവിടെയാണുള്ളത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ വരും രണ്ടാമത്തെ പീസിൻ്റെ ഹാക്കിംഗ് ഡിവൈസ്. അങ്ങനെയാണ് എനിക്ക് അറിയപ്പെട്ട ഇത് ഇൻഫോർമേഷൻ. ഓക്കെ, നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. അവിടെയാണോ ഇല്ല, അവിടെ ആയിരിക്കും. അവിടെ തന്നെയാണ് എനിക്ക് മനസ്സിലായി. അവിടെ തന്നെ അവിടെ അല്ലാതെ വേറെ ഇവിടെ കാണിക്കാനാണ്. ഒരു ബാസ്കറ്റ് കോട്ടുള്ള ഒരു വീടുണ്ട്, അവിടെയാണ് തന്നെ ഈ വീട് തന്നെയാണ്. ഈ വീട്ടിലാണ് നമ്മുടെ അടുത്ത ഹാക്കിംഗ് ഡിവൈസ് ഇരിക്കുന്നത്. ഇതന്നെയാണോ? എനിക്കൊരു സംശയം. ഇതന്നെ നമ്മൾ ഈ ഹാക്കിംഗ് ഡിവൈസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഹാക്കിംഗ് ഡിവൈസ് ഡെസേർട്ടിലെങ്ങാണ്ടോ ആണ് ഇരിക്കുന്നതെന്നാണ് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഡെസേർട്ടിൻ്റെ അവിടെ എങ്ങാണ്ടോ പോകാം. അതിൻ്റെ ലൊക്കേഷൻ അത് ഇച്ചിരി പാടാണ് അങ്ങോട്ടൊക്കെ പോവാൻ. അത് കുറേ ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വർക്ക് ചെയ്യാം. അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്. ഞാൻ വീഡിയോ ലോങ് ആക്കരുതെന്ന് കുറേ ആൾക്കാർ വീഡിയോ ഭയങ്കര ഒന്ന് ലോങ് ആക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇച്ചിരി പോസ് ചെയ്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അവിടെ എനിക്ക് കയറ്റാൻ പറ്റുന്നില്ല വണ്ടി. അതുകൊണ്ട് ഞാൻ ഒരു പണി കാണിക്കാൻ പോവാണ്. The name is John Cena. Kitty. ഓക്കെ, ഇവിടെ എങ്ങാണ്ടോ ആണ് അവിടെ ഹാക്കിംഗ് ഡിവൈസ് ഇരിക്കുന്നത്. എന്നാലും ഇതെങ്ങനെയാണോ ആവോ ഡെസേർട്ടിലെത്തിയത്? ആർക്കറിയാം. ഇത് എയർപോർട്ടല്ലേ? ഇവിടെയാണോ അതോ അവിടെയാണോ? നമുക്ക് ആദ്യമേ അവിടെ സെർച്ച് ചെയ്തോ. അത് ശരി, അപ്പൊ ഞാൻ കറങ്ങി ഇവിടെ എത്തിയത്. അത് കൊള്ളാലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് വേറെ ഒരു വഴിയില്ല. ഹെലികോപ്റ്റർ തന്നെ വേണമെന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെ കേറാ? അതാ എന്റെ സംശയം. ഇതിൻ്റെ അകത്ത് എങ്ങനെ കേറാ? കേറാൻ വല്ല വഴിയുണ്ടോ? ഇതിൻ്റെ അകത്ത് കേറാൻ എന്തോ ഒരു വഴിയുണ്ട്, അതെനിക്കറിയാം. എന്നാലും ഞാൻ ഇവിടെ കേറിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു.
വീണ്ടും ഇവിടെ എന്തത് എങ്ങനെ കേറണേ? ഇവിടെ തന്നെ ഇതായിരുന്നു. ഇവിടെ നമ്മള് അങ്ങനെ കയറിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മള് ഹാക്കിംഗ് ഡിവൈസ് ഉണ്ട്. ഈ ഇടക്കോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ചിലപ്പോ ഹാക്കിംഗ് ഡിവൈസ് വല്ലതും ഉണ്ട്. കാണാതിരിക്കില്ല. ഇത് എയർപോർട്ടാണല്ലോ. ഇതെല്ലാം ഉണ്ടാവോ? അത് ദൈവത്തിനറിയാം. ഇവിടെ എങ്ങാണ്ടോ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതോ അപ്പുറത്തെ ഡെസേർട്ട് മാൻഷനിലാവോ? ഏതോ ഒരു വടക്ക് അടിക്കാൻ പറ്റിയില്ല എനിക്ക്. ഇവിടുന്ന് എന്ത് തേങ്ങയാ? അത് ശരി. അപ്പൊ ഇവിടെ ഇല്ലേ? ചിലപ്പോ ആ മാൻഷനിലായിരിക്കും. മാൻഷനാ ചിലപ്പോ ആ കമ്പനിയിലായിരിക്കും. കാര്യം ആ കമ്പനിയിലായിരിക്കും. നമുക്ക് ആ കമ്പനിയിലൊന്ന് പോയി നോക്കിക്കളയാം. നമുക്ക് ആ കമ്പനി ഇവിടെ വെച്ച് പൊലി കുറ്റാ. അത് ശരി. സ്റ്റാറായി എനിക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യണ്ടെന്നത്. അമ്മേ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. എസ്കേപ്പ് സക്സസ് ആവാൻ പോവാണ്. ഓക്കെ, എസ്കേപ്പ് സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ എസ്കേപ്പഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങാണ്ടാണ് ആ ഹാക്കിംഗ് ഡിവൈസ് ഇരിക്കുന്നതിനാണ് ഞാൻ അറിയപ്പെട്ടത്. ഇവിടെ അതാണ്ടേ ഗെയിം വീണ്ടും സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാലോ. അതല്ല, ഇവിടെ എന്താണ് ഗൈസ്? പ്രേതാലയാണ്. ഒരു മിനിറ്റ്, അവിടെ എന്ത് വരുന്നു? ഡാൻസ് കളിക്കുന്നു. സ്ഥലം വിട്ടോടാ ഉണ്ണി. അവിടെ അട്ടിക്കൂടെ നിൽക്കുന്ന എന്റെ അമ്മച്ചി. സ്ഥലം വിട്ടോടാ. അതെന്തോന്നടെ അവിടെ കിടന്ന് ഡാൻസ് കളിച്ചാ? സീൻ തന്നെയാ. എന്തോന്നടെ എന്നാലും അവിടെ കിടന്ന് ഡാൻസ് കളിച്ചാ? അട്ടിക്കൂടോ അമ്മച്ചി. ഇതെന്തോന്നടേ? കൺട്രോൾ ഇല്ലാത്ത വണ്ടികളാ ഫുള്ളും. പോണ്ടേ? ഓക്കെ, ഇതുവരെ പോയാ നമ്മുടെ സിറ്റി എത്താൻ പോവാണ്. ഇതുവരെ പോയാ നമ്മുടെ സിറ്റി എത്തും. ഓക്കെ, നമ്മളങ്ങനെ ഇവന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. ഇനി ഏത് വിഷയമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ